ഇതൊക്കെ എന്ത് കാലം? അതൊക്കെ നമ്മൾ വളർന്നു വന്ന കാലം. അന്നൊന്നും ഇങ്ങനെയായിരുന്നില്ല. അന്നൊക്കെ മക്കൾക്ക് ഒരു ഭയമുണ്ടായിരുന്നു, മാതാപിതാക്കളോട് ഒരു പേടിയുണ്ടായിരുന്നു, നമുക്ക് അറിവ് തരുന്ന അധ്യാപകരോട് ഒരു ബഹുമാനമുണ്ടായിരുന്നു, അല്ലെങ്കിലും വയസ്സിൽ മൂത്തവരോട് നമ്മളൊക്കെ ഒരു അനുസരണ കാണിക്കാറുണ്ടായിരുന്നു. ഇന്നോ? ഇതൊക്കെ എന്ത് കാലം? എന്തു പറ്റി ഇന്നത്തെ തലമുറയ്ക്ക്? അനുസരണയില്ല, ബഹുമാനമില്ല, ആരെയും ആദരിക്കാൻ അറിയാത്തൊരു കാലം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന മാതാപിതാക്കളിൽ ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണാൻ മറക്കാതിരിക്കുക. കാരണം ഇത്തരത്തിൽ വിലപിക്കുന്ന, ആശങ്കകൾ പങ്കുവയ്ക്കുന്ന, ഭയത്തോടുകൂടി സംസാരിക്കുന്ന എത്രയോ മാതാപിതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ ഇരുന്നു കൊടുത്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന രീതിയിൽ ഞാൻ സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷെ അന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാണ് എന്ന് ഒരു പരിധിവരെ ഞാൻ കണ്ടെത്തിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒന്ന് ചിന്തിക്കുക, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഇന്നത്തെ പുതുതലമുറയെ തെറ്റായ രീതിയിൽ നയിക്കാൻ കാരണമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാർ അവരല്ല, ഈ സമൂഹവുമല്ല, മറിച്ച് എന്നെ പോലെയുള്ള, നിങ്ങളെ പോലെയുള്ള ചില മാതാപിതാക്കന്മാരാണ് എന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ വയ്യ. ഏവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷജിത് നടുവിൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ തലമുറ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജീവിതം കണ്ട് അസൂയയോടെ നോക്കിക്കാണുന്നവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു പരിധിവരെയുള്ള ആൾക്കാർ. ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ പുതിയ കാലഘട്ടത്തിൻ്റെ സൗഹൃദങ്ങൾ, അവരുടെ പുതിയ കാലഘട്ടത്തിൻ്റെ നേട്ടങ്ങൾ, അവരുടെ ജീവിത ശൈലികൾ ഒക്കെ നാം അംഗീകരിക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ പഴഞ്ചൻ മനസ്സുകൊണ്ട് ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള ചിലരിൽ ഒരു ആശങ്കയുണർത്താറുണ്ട്. ഈ തലമുറ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന്. അതും ചില കാര്യങ്ങളിലാകാം. പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്ന വളരെ പ്രധാനമായൊരു കാര്യം, അവർ അങ്ങനെ പെരുമാറുവാൻ കാരണം ഒരു പരിധിവരെ മാതാപിതാക്കളായ, അധ്യാപകരായ, അതിനപ്പുറത്ത് ഈ സമൂഹത്തിൻ്റെ നേതൃത്വ നിരയിലുള്ള ചിലരുടെ സ്വഭാവ വിശേഷങ്ങളാണ്. ഇന്നത്തെ തലമുറ ഏറ്റവും നല്ല നിരീക്ഷകരാണ്. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടി നമ്മളെ അനുകരിക്കാറുണ്ട്. ഇന്നത്തെ തലമുറ അനുകരണത്തിനപ്പുറത്ത് പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരും അവർ നവമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പുതിയ മാധ്യമ രീതികളിലൂടെ ഇഴുകിച്ചേർന്നവരാണ്. അവർ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിൽ പലപ്പോഴും പല രീതിയിലുള്ള പുതിയ പുതിയ ആശയങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ പകർത്താറുണ്ട്. നമുക്കറിയാം, ലോകം വിരൽത്തുമ്പിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം എത്രമാത്രം മാറി അല്ലെങ്കിൽ എത്രമാത്രം നാം വികസിച്ചു എന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ പഴയ പഴഞ്ചൻ ആശയങ്ങൾ ഇന്ന് പലപ്പോഴും പലയിടങ്ങളിലും പല സമയത്തും നമ്മെ വേട്ടയാടാറുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ പുതിയ തലമുറ മാറ്റത്തെ ഉൾക്കൊണ്ടവരാണ്, അതിലൂടെ വളർന്നു വന്നവരാണ്. അവരുടെ പുതിയ സൗഹൃദങ്ങളുടെ ആശയങ്ങൾ, അവരുടെ സങ്കല്പങ്ങൾ, അവരുടെ ജോലി സംബന്ധമായ സങ്കല്പങ്ങൾ, അവരുടെ ജീവിതവുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒക്കെ വളരെ വ്യത്യസ്തമാണ് പഴയ തലമുറയിൽ നിന്നും. പക്ഷേ അവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിലേക്ക് അവർ ജീവിച്ചു വരുമ്പോൾ പഴഞ്ചനാശയവുമായി ജീവിച്ചു വന്ന അല്ലെങ്കിൽ വളർന്നു വന്ന ഒരു തലമുറയുടെ ഭാഗമെന്ന രീതിയിൽ എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളുടേതായ പഴഞ്ചൻ ശൈലികളല്ല ഇനി വരാൻ പോകുന്ന ലോകത്ത് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. പുതിയ തലമുറ പുതിയ രീതിയിൽ ജീവിക്കട്ടെ. അവരെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അവരെ മാറ്റിയത് അല്ലെങ്കിൽ അവർ അങ്ങനെയാകുവാനുള്ള ഒരു പരിധിവരെയുള്ള കാരണങ്ങൾ നമുക്ക് ഓരോരുത്തരുമാണ്. മക്കൾ വഴിതെറ്റിപ്പോയി എന്ന് പറയുന്ന മാതാപിതാക്കളോടുള്ള വാക്കുകളാണ് ഇനി എൻ്റെ ഓരോ വാക്കുകളും. അവർ ചിന്തിക്കണം, അവർ വഴിതെറ്റിപ്പോകാൻ കാരണം ആരാണ് എന്ന്. മക്കൾ തൊട്ടടുത്ത് നിൽക്കവേ നാം എടുക്കുന്ന മൊബൈലിൽ അപ്പുറത്തുള്ളവരോട് നാം കള്ളം പറയുമ്പോൾ അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ നമ്മുടെ മുൻപിലുണ്ട്. അവർ ശുദ്ധ കള്ളന്മാരായി ലോകത്ത് വരും, ലോകത്ത് ജീവിക്കും. അതിന് കാരണക്കാരൻ നമ്മൾ ഓരോരുത്തരുമല്ലേ? വീട്ടിലിരുന്നു കൊണ്ട് മൊബൈൽ ഫോണിൽ നാം സംസാരിക്കുമ്പോൾ, ഞാൻ വീട്ടിലില്ല എന്ന കള്ളം പറയുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് അച്ഛൻ വീട്ടിലുണ്ടായിട്ടും അച്ഛൻ ഇല്ല എന്ന് പറയുന്നത് അത് ആവശ്യമാണ് ജീവിതത്തിൽ എന്നല്ലേ? പിന്നെ എങ്ങനെയാണ് അവർ വഴിതെറ്റിയത്? അടുക്കളയിലെ തിരക്കുകൾക്കിടയിലും ഓഫീസിൽ തീർക്കാൻ പറ്റാതെ വീട്ടിൽ വെച്ച് ചെയ്യാം എന്ന ചിന്തയോടുകൂടി ഓഫീസിലെ ഫയലുകൾ എടുത്ത് വീട്ടിൽ വരുന്ന നമ്മൾ അത് നോക്കി തീർക്കാനുള്ള തത്രപ്പാടിനും തിരക്കിനുമിടയിലും തന്റേതായ കൊച്ചു കൊച്ചു ചോദ്യങ്ങളുമായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന നമ്മുടെ മക്കളോട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം കടന്നു വരുമ്പോൾ അവരെയും കൂട്ടി അതിഥി മുറിയിലെത്തി TV ഓൺ ചെയ്തു കൊടുത്ത്
അവർക്ക് നമ്മൾ വെച്ചു കൊടുത്ത കാർട്ടൂൺ ചാനൽ കാണുന്നതിന് പകരം അവർക്കിഷ്ടപ്പെട്ട തോക്കുധാരികളായ പട്ടാളക്കാരോ അല്ലെങ്കിൽ വ്യക്തികളോ പരസ്പരം കൊല്ലുന്നതും വെടിവെക്കുന്നതും വെടിയുതിർക്കുന്നതും കണ്ട് രസിച്ച് ഗെയിം കണ്ടിരിക്കുന്ന ആ മക്കളുടെ മനസ്സുകളിലേക്ക് നാം അറിയാതെ നൽകുന്നത് വളരെ മോശമായൊരു സന്ദേശമല്ലേ? അതുപോലെ വീരന്മാരാകാൻ, അതുപോലെ സൂപ്പർമാൻ ആകാൻ അവർ അറിയാതെ മനസ്സിൽ കൊതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മളും അതിന് കാരണക്കാരനല്ലേ? ജീവിതത്തിന്റെ വഴിത്താരകളിൽ എപ്പോഴെങ്കിലും അറിയാതെയെങ്കിലും അവനെ പോലെ ഒന്ന് വെടിയുതിർക്കണമെന്നും അവനെ പോലെ വലിയ നേതാവാകണമെന്നും അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് അതിന്റെ തെറ്റുകാർ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്റെ പ്രിയ സുഹൃത്തായ ഒരു പെൺകുട്ടിയോട് പറയുകയാണ്, ഇന്ന് വീട്ടിൽ പോയി നീ മൊബൈലിൽ പ്രോൺ വീഡിയോ കാണണം, വളരെ രസകരമായ രംഗങ്ങൾ അതിലുണ്ട്, ഞാൻ എപ്പോഴും കാണാറുണ്ട്. കാരണം രാത്രികാലത്ത് അച്ഛൻ കണ്ട് അത് ഓഫാക്കാതിരിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്, നല്ല രസമുള്ള കുറെ വീഡിയോ കാണാം, നീ നാളെ തന്നെ അത് പോയി കാണണം. ആ പെൺകുട്ടി തന്റെ വീട്ടിലെത്തി അച്ഛനോട് പറയുന്നു, അച്ഛ, എന്റെ സുഹൃത്ത് ഇങ്ങനെയൊന്ന് സൂചിപ്പിച്ചിരുന്നു, നല്ല വീഡിയോ ആണോ അത്, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച ആ മകൾ ആ കുട്ടികളോട് ആരാണ് യഥാർത്ഥത്തിൽ തെറ്റുകാരൻ? കുട്ടികൾക്ക് മുൻപിൽ ദുശ്ശീലമാണെങ്കിൽ പോലും സ്വകാര്യതയോടുകൂടി സൂക്ഷിച്ചു വെക്കേണ്ടുന്ന കാര്യങ്ങളിൽ നാം ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ടല്ലേ ആ കുട്ടി തൻ്റെ അച്ഛൻ കണ്ടിരുന്ന അത്രയും വളരെ മോശമായ ഒരു വീഡിയോ കാണുകയും അത് മറ്റുള്ളവരോട് പറയുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തത്? ആ വീഡിയോയിൽ കണ്ട രീതിയിലുള്ള ലൈംഗികമായ അതിക്രമങ്ങൾ ചെയ്യാൻ അവർ തുനിഞ്ഞുവെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? പിന്നെ എങ്ങനെയാണ് അവൻ വഴിതെറ്റിപ്പോയി എന്ന് നാം അവനെ കുറ്റപ്പെടുത്തുന്നത്? പണത്തിന്റെ മൂല്യം എന്തെന്നറിയിക്കാതെ, പണം സമ്പാദിക്കാനുള്ള കഷ്ടപ്പാടുകൾ എന്താണെന്ന് അറിയിക്കാതെ, മക്കളുടെ സ്നേഹം നേടാൻ വാരിക്കോരി തന്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് അവർ ചോദിക്കുന്നത് എന്തും വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കൾ. അങ്ങനെ കുട്ടികൾ ചോദിക്കുമ്പോൾ എന്തും വാങ്ങിക്കൊടുത്ത് ആവശ്യമുള്ള പണം പോക്കറ്റ് മണിയായി കൊടുത്ത് അവനെ ധാരാളിയാക്കിയത് നമ്മളല്ലേ? ഒടുവിൽ അവന്റെ സുഖ സൗകര്യങ്ങൾക്ക്, ഭൗതിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ പണം കിട്ടാതെ വരുമ്പോൾ അവൻ തനിക്ക് ജന്മം നൽകിയ അമ്മയെ കത്തിയെടുത്തു കുത്തി അമ്മയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തതോ, തന്റെ സുഹൃത്തുക്കൾക്ക് ചിലവിടുവാനും ധാരാളിത്തം കാണിക്കാനും വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് കളവ് നടത്തുന്നതോ ആ കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നാം ചിന്തിക്കുക, അവനെ വഴിതെറ്റിച്ചത് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമല്ലേ, മാതാപിതാക്കളല്ലേ? പ്രായപൂർത്തിയാകാത്ത മകൻ തന്റെ ജന്മദിന സമ്മാനമായി സ്കൂട്ടർ ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുക്കുകയും മറ്റുള്ളവരുടെ മുൻപിൽ പൊങ്ങച്ചമായി എന്റെ മകൻ വളരെ കഴിവുള്ളവനാണ്, അവൻ ഇപ്പോഴും വാഹനം ഓടിക്കാറുണ്ട് എന്ന് വീമ്പിളക്കുകയും പൊങ്ങച്ചം പറയുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ സ്കൂട്ടർ വാങ്ങി നൽകി അജാഗ്രതയിലും അശ്രദ്ധയിലും വാഹനം ഓടിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യജീവന് അപകടം വന്ന് അവർ ഈ ലോകത്തോട് വിട പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അംഗവൈകല്യങ്ങൾ ഉണ്ടായാൽ, പത്രത്താളുകളിൽ അതൊരു വാർത്തയായി വരുമ്പോൾ മറ്റുള്ളവർ പറയും എന്ത് കഷ്ടമാണ്, ആ കുട്ടി വഴിതെറ്റിപ്പോയി എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ തെറ്റിച്ചത് ഞാനും നിങ്ങളും അടങ്ങുന്ന മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ കൊച്ചു കൊച്ചു സൗന്ദര്യ പിണക്കങ്ങൾ, പിടലപ്പിണക്കങ്ങൾ അത് കുടുംബക്കോടതിയുടെ വരാന്തകളിലേക്ക് എത്തിക്കുമ്പോൾ പലപ്പോഴും സങ്കടത്തോടു കൂടി ആ വേദിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ അമ്മ വേണം, അച്ഛൻ വേണമെന്ന് ജഡ്ജിയുടെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോൾ, അവരുടെ കൈകളിൽ തൂങ്ങി നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവർ എന്ത് പിഴച്ചു എന്ന്. അച്ഛനുമില്ല അമ്മയുമില്ല, അവർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾക്കിടയിൽ തൻ്റെതായ സമാധാനം തേടിക്കൊണ്ട് മയക്കുമരുന്നിന് അടിമയായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടാളികളോടൊപ്പം നിന്നുകൊണ്ട് തൻ്റെ ജീവിതം വ്യർത്ഥമാക്കിയ മക്കൾ ഇന്ന് പുതുതലമുറയിൽ ഒട്ടനവധിയാണ്. അപ്പോഴും മാതാവ് പിതാവിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്തമാണ്? ഉണ്ടാക്കിയാൽ പോരാ, അവരെ പരിചരിക്കാൻ ശ്രമിക്കണം, നിങ്ങളല്ലേ വളർത്തേണ്ടത്. തിരിച്ചും അവർ പറഞ്ഞു, നീ ഒരു അമ്മയല്ലേ, നീ ശ്രദ്ധിക്കണ്ടേ, നിന്റെ കുറ്റമല്ലേ എന്ന്. സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വമില്ലാത്ത പുതുതലമുറയിൽ ആ കുട്ടികൾ മയക്കുമരുന്നിനും അതോടൊപ്പം തന്നെ മദ്യലഹരിക്കും അടിമയാകുന്നു, നശിക്കുന്നു എന്നുള്ളതാണ്. അതിനും കാരണമാകുന്നത് ഒരു പരിധിവരെ മാതാപിതാക്കളാണ്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ അവരെ നേർക്ക് നയിക്കുവാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പരസ്പരം സൗന്ദര്യ പിണക്കങ്ങളുമായി കോടതി വരാന്തകളിൽ കയറിയിറങ്ങാതിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു നല്ല മനുഷ്യനായി അവനെ വളർത്താൻ നമുക്ക് സാധിക്കുമായിരുന്നു. പണം സമ്പാദിക്കാനും സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കാനും സമൂഹത്തിൽ നെട്ടോട്ടമോടുന്ന മാതാപിതാക്കന്മാർ അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ ജന്മദിനം മറക്കുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ടായിരുന്നില്ല, നമ്മളുടെ ജന്മദിനവും നമ്മളുടെ വിവാഹദിനവും അതിനപ്പുറം നമ്മുടെ ശവദാഹം പോലും അവർ മറന്നുപോകുന്നൊരു കാലഘട്ടം ഉണ്ടാകുമെന്ന്. അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് കാണുവാൻ പോലും വരാത്ത മക്കളെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പറ്റി നാട്ടുകാർ പറയാറുണ്ട്, എന്ത് ചെയ്യാം, പുതിയ തലമുറയാണ് വഴിതെറ്റിപ്പോയി എന്ന്. ഇനിയും ഒട്ടനവധി പുതിയ തലമുറയിലെ മക്കൾ വഴിതെറ്റിപ്പോയ കഥകൾ പറയാനുണ്ട്. പക്ഷേ അതൊക്കെ നാം പറയുമ്പോഴും അതിനെപ്പറ്റി നാം സമൂഹത്തിൽ ആശങ്കകൾ പങ്കുവെക്കുമ്പോഴും
അതിനെപ്പറ്റി നാം വ്യാകുലതകളോടെ സംസാരിക്കുമ്പോഴും നാം ആലോചിക്കണം നമുക്ക് എത്രമാത്രം ഉത്തരവാദിത്വം അതിൽ ഓരോന്നിലുമുണ്ട് എന്ന്. ഒരിക്കലും മാതാപിതാക്കന്മാരെ അടച്ചാക്ഷേപിക്കുവാനല്ല ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. പക്ഷെ വരുന്ന നാളുകളിൽ നമ്മൾ അറിയാതെ നമ്മുടെ മക്കളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. അവർ വഴിതെറ്റിപ്പോകുന്നതിന്, അവരുടെ സംസ്കാരശൂന്യമായ പ്രവൃത്തികൾക്ക്, അവരുടെ ഇന്നത്തെ തെറ്റായ നടപ്പുകൾക്ക് ഒരു പരിധിവരെ എനിക്ക് എന്താണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കുറ്റങ്ങൾ എന്ന് അത് മനസ്സിലാക്കുകയും നമ്മുടെ തലമുറയെ നേർവഴിക്ക് നയിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. മാതാപിതാക്കളാണ്, തെറ്റുകൾ സംഭവിക്കാം. കുട്ടികളാണ്, അവർക്കും തെറ്റുകൾ സംഭവിക്കാം. രണ്ടുപേരും ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. നമ്മുടെ ചെറിയ ചെറിയ കുടുംബ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ നാം സ്നേഹവും പരിചരണവും നൽകാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ വ്യതിചലിച്ചു പോകുന്നു അവരുടെ ജീവിത വഴിത്താരകളിൽ നിന്ന്. അങ്ങനെയൊരു സമൂഹമല്ല നമുക്ക് വേണ്ടത്. ഒരു പുതിയ സമൂഹം, പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ഓരോ രക്ഷിതാവിനും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.